إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അനുധാവനം ചെയ്ത് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് ആർജിച്ച് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം വലിയ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വർഷത്തെ റമദാൻ അതിന്റെ പരിസമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റമദാനിലെ ഏറ്റവും അനുഗ്രഹ സമ്പൂർണമായ അവസാനത്തെ 10ന്റെ ഏകദേശം മധ്യഭാഗത്തിലേക്ക് നമ്മൾ എത്തി. അൽഹംദുലില്ലാഹ്, ഈ വർഷത്തെ റമദാനിന്റെ 4ാമത്തെ വെള്ളിയാഴ്ചയിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഒരു ജുമുഅക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. റമദാനിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അതിന്റെ മഹത്വങ്ങളും ഉൾക്കൊണ്ട് ജീവിതം ദുനിയവിയായതും ഉഖ്റവിയായ ജീവിതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ധന്യമാക്കി നൽകുമാറാകട്ടെ. ഈ ഒരു പ്രത്യേകമായ അവസരത്തിൽ റമദാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടതായ ഏറ്റവും വലിയൊരു സ്വാധീനത്തെ സംബന്ധിച്ചാണ് ഒന്നാമതായി ഞാൻ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ പൂർണാർത്ഥത്തിൽ ഒരു മനുഷ്യനായി തീരുന്നത് അവനിൽ 100% ആത്മീയത നിലനിൽക്കുമ്പോഴാണ്. എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ? ആത്മീയത എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒരു പ്രത്യേകമായ സ്ഥലത്ത് പോയി തനിച്ചിരുന്ന് ധ്യാനിച്ച് ജീവിക്കലൊന്നുമല്ല. മനുഷ്യൻ പൊതുജീവിതം നടത്തലാണ്. പൊതുജീവിതത്തെ വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയും തന്റെ ജീവിതത്തിൽ പരിപൂർണമായി അള്ളാഹുവിന് വഴിപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോ മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത കൈവരുന്നത് നന്മ നിലനിൽക്കുമ്പോഴാണ്. പരിപൂർണമായ അർത്ഥത്തിൽ നന്മ നമ്മളിൽ സ്വാധീനിക്കുകയും അതേപോലെ തന്നെ തിന്മകൾ സ്വാധീനിക്കാതിരിക്കുകയും തിന്മ തീണ്ടാതിരിക്കുകയും ചെയ്യാം. നന്മ ആർജിക്കുകയും തിന്മയെ പരിപൂർണമായും പരിത്യജിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആത്മീയത എന്ന് പറയുന്നത് അതിന്റെ പരമോന്നതിയിൽ എത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പോരായ്മകളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകലാണ്. അവിടെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ പറ്റണം. അതിനാണ് പാപമോചനം എന്നും തൗബ എന്നൊക്കെ പറയാം. അപ്പൊ പ്രധാനമായും നമ്മളിൽ നന്മ നിലനിൽക്കുവാനും തിന്മ ഇല്ലാതിരിക്കുവാനും നാം ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ പോകുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതായിട്ടോ നമുക്ക് തോന്നുകയോ ഒക്കെ ചെയ്യുമ്പോ അവിടെയാണ് യഥാർത്ഥത്തിൽ എന്ത് വരേണ്ടത്? അള്ളാഹുവിങ്കലേക്കുള്ള തിരിച്ചുപോക്ക്,
അഥവാ തൗബ നമ്മളിൽ ഉണ്ടാകണം. തൗബയുടെ ചിന്തയുണ്ടാകണം, ഇസ്തിഗ്ഫാറിന്റെ ബോധം ഉണ്ടാകണം. തൗബയും ഇസ്തിഗ്ഫാറും പാപമോചനം തേടലും അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകലും ഇത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. വിശേഷിച്ച് ഇതിന് വളരെ പ്രാധാന്യം കൂടുന്ന ഒരു സമയമാണ് അവസാനത്തിൽ 10 എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹായിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റാണ് എന്ന് തോന്നാവുന്ന സമയമാണെങ്കിൽ അവിടെ ഞാൻ പറയേണ്ട പ്രത്യേകമായ സംഗതി എന്ത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ അഫ്വാണ്, വിട്ടുവീഴ്ചയുള്ളവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ അഫ്വ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അത് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, എന്നിൽ നീ വിട്ടുവീഴ്ച ചെയ്യണമേ. അപ്പൊ വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവണം അവിടെ? ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടാവും, അള്ളാഹു തആല നിശ്ചയിച്ച ഒരു കാര്യം ചെയ്യാതെ കുറവ് വരുത്തുക, അതല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുള്ള ഒരു കാര്യം നാം ചെയ്തു പോവുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ജീവിതത്തിൽ കുറവുകൾ വരിക. അങ്ങനെ കുറവ് വരുമ്പോ അത്തരം കുറവുകളെ നമ്മൾ സ്വയം ബോധ്യപ്പെടുകയും അത് അള്ളാഹുവിനോട് തേടുകയും മാപ്പിന് അപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രത്യേകമായ സമയത്ത് കൂടുതലായി നമ്മൾ ചെയ്യേണ്ടതായ കാര്യം എന്നല്ല. ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതിൽ ആരും ഒഴിവല്ല, അമ്പിയാക്കന്മാര് പോലും ഒഴിവല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന മരത്തെ സമീപിക്കുകയും അതിൽ കായ്കനികൾ ഭക്ഷിക്കുകയും ചെയ്യരുത്. ഒരൊറ്റ കാര്യം പാടില്ല എന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ശൈത്താന്റെ വസ്വാസം ഉണ്ടാവുകയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു വിലക്കിയ കാര്യം ചെയ്യുകയും ചെയ്തു. തെറ്റുബോധ്യപ്പെട്ടു. തെറ്റുബോധ്യപ്പെട്ട എന്താ ചെയ്യേണ്ടത്? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അള്ളാഹുവിങ്കൽ നിന്നും ഒരു കലിമത്തിനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിച്ചു. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ, എന്നിട്ട് ഫതാബ അലൈഹി, അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു, വിട്ടുവീഴ്ച ചെയ്തു. ആ കലിമത്ത് പറഞ്ഞപ്പോ ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, അവൻ അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യമുടയവനുമാണ്. അപ്പൊ ആദം നബിക്ക് തെറ്റിനെ കുറിച്ച് ബോധ്യം ഉണ്ടായി. ആദം നബിക്ക് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു ബോധ്യം വരണം. എന്താണ് ആ കലിമത്ത്? അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു, റബ്ബനാ ഇന്നനാ ളലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളോട് തന്നെ ദ്രോഹം ചെയ്തു പോയി. അല്ലാഹ്, റബ്ബനാ ളലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി. നമ്മൾ ഏതൊരു കുറ്റം ചെയ്താലും ആ കുറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രതി ആരാ? നമ്മൾ തന്നെയാണ്. എന്ത് തിന്മ ചെയ്താലും ആ തിന്മ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവനവനെ തന്നെയാണ്, മറ്റുള്ളവനെയല്ല. അതുകൊണ്ട് ഏത് കുറ്റം ചെയ്താലും സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്നാണ് ഖുർആന്റെ പ്രയോഗം. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു വന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കാരുണ്യം ചെയ്തിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും, നഷ്ടപ്പെട്ടവരായി പോകും. അപ്പോ തെറ്റ് സംഭവിച്ചാൽ ഉടനെ ഖേദിച്ച് മടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകണം. അത് റമദാൻ മാത്രം ഉണ്ടാകേണ്ട പോരാ, റമദാനിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല, എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടതാണ്. റമദാന് പ്രാധാന്യമുണ്ടെന്ന് മാത്രം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് സൂറത്ത് ഖസസിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മൂസാ നബി ഖിബ്തി വർഗത്തിൽപ്പെട്ട ഒരുത്തനെ ഒരൊറ്റ അടിക്ക് കൊന്നുകളഞ്ഞു. കൊല്ലാൻ വിചാരിച്ചു കൊന്നതല്ല, അടി കിട്ടിയപ്പോ അയാൾ വീണ് മരിച്ചുപോയി. മൂസാ നബി ഉടനെ പറയാണ്, ഖാല റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഗഫറ ലഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. റബ്ബി ഇന്നി വലംതു നഫ്സി, അല്ലാഹുവേ ഞാനിതാ എന്നോട് തന്നെ അക്രമം ചെയ്തു പോയി. മറ്റവനെ കൊന്നത് കൊണ്ട് അതിന്റെ ആത്യന്തികമായ ഫലം ഞാനാണ് അനുഭവിക്കേണ്ടത്.
ഞാൻ എന്നോട് തന്നെ ദ്രോഹം ചെയ്തു പോയി, ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ. ഫഗഫറ ലഹു, അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. പൊറുക്കലിന് വേണ്ടി തേടി അല്ലാഹു തആല പുറത്തു കൊടുത്തു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനുമാണ്. അപ്പൊ ഇതാണ് അമ്പിയാക്കന്മാരുടേതായ മാതൃക. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്ക് പാപമോചനത്തിന് വേണ്ടി തേടുക. സുമ്മ തൂബൂ ഇലൈഹി, അവങ്കലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. അള്ളാഹുവിനോട് പാപമോചനം തേടുക, ഖേദിച്ചു മടങ്ങുക. എങ്കിൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ആകാശത്ത് നിന്ന് ധാരാളം മഴ അവൻ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. അതിന്റെ ഫലമാണത്. ഭൗതികമായ നേട്ടം ഉണ്ടാകണമെങ്കിൽ പോലും എന്ത് വേണം? ഈ പശ്ചാത്താപത്തിന്റെ ചിന്തയുണ്ട. തിന്മ കൂത്തരിങ്ങായി കിടക്കുന്ന ഒരു സ്ഥലത്ത് അള്ളാഹുവിന്റെ കാരുണ്യം കുറയും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയിലേക്ക് വീണ്ടും നിങ്ങളുടെ ശക്തി അവൻ വർദ്ധിപ്പിച്ചു തരും. വലാ തതവല്ലൗ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകളെ നിങ്ങൾ ആത്മമിത്രങ്ങളാക്കി ചങ്ങാതിമാരാക്കാൻ നിൽക്കണ്ട. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പറയുന്നത്? ഇസ്തിഗ്ഫാർ വേണം, തൗബ ഉണ്ടാകണം. അത് ഒരു ആത്മപരിശുദ്ധിയുടെ അടയാളമാണ്. അതുള്ള സ്ഥലത്ത് അള്ളാഹുവിന്റെ ഭൗതികമായ അനുഗ്രഹവും ഉണ്ടാവും. മഴ ധാരാളം വർഷിക്കും, സൗകര്യങ്ങൾ കൂടും, സമ്പത്ത് വർദ്ധിക്കും. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇസ്തിഗ്ഫാറും തൗബയും ഉണ്ടാകണം. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, വഇലാ സമൂദ അഹാഹും സാലിഹാ, സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സാലിഹിനെ നാം അയച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഉബ്ദുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാത്ത വേറൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. ഇബാദത്ത് അവന് മാത്രമേ പറ്റൂ. ഹുവ അൻശഅകും മിനൽ അർള്, അവനാകുന്ന ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയവൻ. വസ്തഅമറകും ഫീഹാ, ആ ഭൂമിയിൽ നിങ്ങളെ അവകാശിയാക്കിയതും അവനാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂ, നിങ്ങൾ അവനോട് പാപമോചനത്തിന് തേടണം. സുമ്മ തൂബൂ ഇലൈഹി, അവങ്കലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങുകയും വേണം. ഇന്ന റബ്ബീ ഖരീബും മുജീബ്, എന്റെ റബ്ബ് അടുത്തുള്ളവനാണ്, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവനുമാണ്. അപ്പൊ ഉത്തരം ചെയ്യുന്നവനായ നമ്മുടെ അടുത്തുള്ള റബ്ബിന്റെ അടുക്കലേക്ക് പാപമോചനം ചെയ്ത് തിരിച്ചു പോകണം എന്ന് അദ്ദേഹം തന്റെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഇതാണ് നമ്മളിലും ഉണ്ടായിരിക്കേണ്ട ഗുണം. തെറ്റിനെ കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാകണം, തിന്മയെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാകണം. നന്മ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം, തിന്മയെ ഇല്ലാതാക്കണം. ഇസ്തിഗ്ഫാറും തൗബയും ഉണ്ടാകണം. ഇതിന് വലിയ കുറ്റം ചെയ്തവരായ ആളുകൾക്ക് മാത്രം ബാധകമായ ഒരു വിഷയമല്ല. ഈ ഇസ്തിഗ്ഫാർ തൗബ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഇബാദത്ത് കൂടിയാണ്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിങ്കലേക്ക് പാപമോചനം തേടുന്നുണ്ട്. വഅതൂബു ഇലൈഹി, അവങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഫിൽ യൗം, ഒരു ദിവസത്തിൽ അക്സറ മിൻ 70 മറ, 70 പരം തവണ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് ഞാൻ പറയുന്നുണ്ട്. ആര്? മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, അതാണ് നമ്മുടെ മാതൃക. അപ്പോ അതൊരു ഇബാദത്ത് കൂടിയാണ്. വലിയ മഹാപാപം ചെയ്തോളുന്നില്ല, എന്നാൽ തന്റെ ജീവിതത്തിൽ വീഴ്ച വരാൻ സാധ്യതയുണ്ട്, തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, കുറവുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന ഓർമ്മ ഒരാൾക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ ഇസ്തിഗ്ഫാർ എന്ന ചിന്തയുണ്ടാകുന്നത്. മാത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങണം. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ, ഓരോ ദിവസത്തിലും 100 തവണ ഞാൻ അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനാണ്. അപ്പൊ ഈ ഇസ്തിഗ്ഫാറും ഈ തൗബയുടെയും മനസ്ഥിതി നമ്മളിൽ ഉണ്ടാകണം. അത് എപ്പോഴും ഉണ്ടാകണം. റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ അള്ളാഹു കാരുണ്യം കുറെ അധികം ചെയ്യുന്നവനായതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച കിട്ടാനും പാപ പരിശുദ്ധരായി തീരാനും വേണ്ടിയുള്ള അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി
എന്താണ് ഇവിടെ നമ്മൾ വരാനുള്ള സാധ്യത? ചിലപ്പോൾ ഇസ്മ് കുറ്റങ്ങൾ വരും, അതുപോലെ തന്നെ ദമ്പ് തെറ്റുകൾ വരും, മാസിയത്തുകൾ. മാസിയത്ത് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ചതിന് നേരെ എതിര് ചെയ്യുക. അങ്ങനെയൊക്കെ ബോധപൂർവമല്ലാതെയും സംഭവിക്കാം, ബോധപൂർവമായും സംഭവിക്കാം. 5 നേരവും ജമാഅത്തായി നിസ്കരിക്കുന്നത് അള്ളാന്റെ കൽപ്പനയാണ്. ജമാഅത്ത് നിസ്കാരം മുടങ്ങിപ്പോകുന്നവരായ ആളുകൾ ധാരാളമല്ലേ ജീവിതത്തിൽ, ഓരോ ദിവസത്തിലും സംഭവിക്കുന്നതാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആളുകൾ, ഇതൊക്കെ തെറ്റുകളാണ്. തെറ്റ് എന്ന് പറഞ്ഞാൽ മഹാകുറ്റങ്ങൾ മാത്രമല്ല, നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളും തെറ്റുകളാണ്. ആ തെറ്റുകൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കാൻ സ്വാഭാവികമാണ്. അത് അമ്പിയാക്കന്മാർ പോലും അതിൽ മുക്തരല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാ ഓരോ മനുഷ്യനും തൗബ ചെയ്യുന്നതിലേക്ക് ആവശ്യക്കാരനാണ്. കാരണം ഒന്നുകിൽ അവന്റെ അവയവങ്ങളിലൂടെ തെറ്റുകൾ വന്നിട്ടുണ്ടാവും, ജവാരിഹ്, അല്ലെങ്കിൽ കൈകാലുകൾ കൊണ്ടൊന്നും ചെയ്യുന്നില്ല, മനസ്സുകൊണ്ട് തെറ്റ് സംഭവിക്കാം. തെറ്റായ കാര്യങ്ങൾ വിചാരിക്കുക, തെറ്റായ കാര്യങ്ങൾ മനസ്സിൽ കിടന്ന് കളിക്കുക. അത് ശൈത്താന്റെ ശല്യം കൊണ്ടുണ്ടാകാം, വസ്വാസകൾ കൊണ്ടുണ്ടാകാം. ഇങ്ങനെയൊക്കെ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലാത്ത നിലയിലോ ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ പിഴവും പോരായ്മകളും സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്ന വിഷയത്തിൽ ഓരോ മനുഷ്യനും ബാധ്യതയാണ്. വിശ്വാസികളുടെ മേൽ ഏറ്റവും വലിയ നിർബന്ധ ബാധ്യതയാണത്. അത് ഏറ്റവും വലിയ പുണ്യവുമാണ്. നമ്മൾ വെറുതെ കുത്തിരുന്ന് ചെല്ലാത്ത കൂലിയുള്ള ഒരു കാര്യമാണ്, ഒരു പുണ്യകർമ്മമായ വിഷയം കൂടിയാകുന്നു അത്. അപ്പൊ ആ നിലക്കും അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം കേട്ടോ, ജമീഅ, മുഴുവനായിട്ടും. അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വസിച്ചവരെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ജയിച്ചേക്കാം. നിങ്ങൾക്ക് ജയമുണ്ടാകണമെങ്കിൽ, നിങ്ങൾ പരാജയപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ പരിപൂർണമായി ഖേദിച്ചു മടങ്ങണം കേട്ടോ. അത് അള്ളാന്റെ കൽപ്പനയാണ്, എല്ലാവരോടുള്ള കൽപ്പനയാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ഈ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ ഉണ്ടാകണം. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗബ ചെയ്യണമെന്ന് കൽപ്പിക്കുകയും പാപികളായ ആളുകൾക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചില മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും, ജീവിതത്തിലെ നല്ല കാലം 10, 40, 50 കൊല്ലം തോന്നിവാസിയായി, കള്ളുകുടിയനായി അങ്ങനെ ജീവിച്ചുപോയി. അങ്ങനെ ജീവിച്ചു പോയ ഒരു വ്യക്തിക്ക് പിന്നീട് തോന്നുന്നു, നന്നാവണം തോന്നുന്നു. അപ്പൊ അയാൾക്ക് 19 കൊല്ലം ജീവിതത്തിൽ പോയില്ലേ, അള്ളാഹ്ക്കെതിരായല്ലേ ഞാൻ ജീവിച്ചു പോയത്, ബേജാറാകണ്ട, അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ നന്നായാ മതി. അതുകൊണ്ടാണ് ഖുർആൻ കൽപ്പിക്കുന്നത്, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, പാപം ചെയ്ത് തെറ്റ് ചെയ്ത് തിന്മയിൽ കുളിച്ചു പോയവരെ, അങ്ങനെയുള്ള എന്റെ അടിമകളെ, ലാ തഖ്നതു, നിങ്ങൾ ഖേദിച്ചു പോകേണ്ട, ആശയറ്റു പോകേണ്ട, റഹ്മത്തില്ല, മിൻ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യം. ആ ചെയ്തവനും അള്ളാന്റെ കാരുണ്യം ഉണ്ട് എന്നർത്ഥം. ഇത് ഒരു കുറ്റവാളിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന്റെ ഉള്ളൊരു ഒരു കുളിർമ ഉണ്ടാക്കുന്ന, ഒരു കുളിർക്കാറ്റടിപ്പിക്കും. ഈ ആയത്ത് കേൾക്കുമ്പോ ഏത് കുറ്റവാളിയായ മനുഷ്യനും അള്ളാഹുവിനുള്ളൊരു പ്രതീക്ഷ വർദ്ധിക്കും. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അള്ളാഹു മുഴുവനായി നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം വലിയ കാരുണ്യമുള്ളവനും പൊറുക്കുന്നവനുമാകുന്നു. അതുകൊണ്ട് തന്നെ ആരും അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടേണ്ടതില്ല. എത്ര കാലം കഴിഞ്ഞാലും അള്ളാഹുവിലേക്കുള്ള ഒരു വഴി അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂറത്ത് ഫുർഖാന്റെ അവസാന ഭാഗത്ത് മഹാപാപങ്ങളും കുറ്റങ്ങളും ഒക്കെ എണ്ണി പറഞ്ഞതിന് ശേഷം, അതിന്റെ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയൊക്കെ വിധിച്ചു പറഞ്ഞതിന് ശേഷം പിന്നെ ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലാ മൻ താബ വ ആമന, തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയവൻ ഒഴികെ,
വആമന അവൻ വിശ്വസിക്കുകയും വഅമില സാലിഹൻ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവൻ ഒഴികെ ഫൗലൈക അങ്ങനെയുള്ളവർ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് അവരുടെ തിന്മകളെ അല്ലാഹു തആല ഹസനാത്തുകളാക്കി മാറ്റി കൊടുക്കും. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ അല്ലാഹു അങ്ങേയറ്റം കാരുണ്യമുടയവനാണ്, പൊറുക്കുന്നവനാണ്. അതായത് ഒരുപാട് തിന്മ ചെയ്ത് ഇനി പ്രതീക്ഷയില്ല എന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, നല്ല വിശ്വാസിയാവുക. ഇല്ലാമൻ താബ വആമന വഅമില സാലിഹൻ നല്ലത് ചെയ്യുകയും ചെയ്യുക. 40 വയസ്സ് വരെ ജീവിതം കൈവിട്ടു പോയി നോക്ക്. 40 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കാലം ഈ 40 കൊല്ലത്തെ കവച്ചു വെക്കുന്ന പുണ്യം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അയാൾ രക്ഷപ്പെട്ടു. ഏതുപോലെ നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്തു. ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഭയങ്കരമായ കയ്പായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഉപ്പ് രുചിയായിരിക്കും. ആ സാധനത്തെ നമുക്ക് ഉപയോഗയോഗ്യമാക്കാൻ എന്താ നമുക്ക് വഴി? ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 10 ഗ്ലാസ് വെള്ളം ചേർക്കുക. 10 ഗ്ലാസ് വെള്ളം ചേർന്നാൽ ഈ ഉപ്പിന്റെ സ്വഭാവം നേർപ്പിച്ച് ഇല്ലാതാകും. അതേപോലെ തന്നെ പാപം ചെയ്ത് തൊലഞ്ഞു പോയവരായ ആളുകൾ, അങ്ങനെ തൊലഞ്ഞുപോയി എന്ന് സ്വന്തം തോന്നുന്നവരായ ആളുകൾ ജീവിതത്തിൽ ബാക്കിയുള്ള കാലം ധാരാളം നന്മകളും പുണ്യങ്ങളും വാരിക്കൂട്ടി ചെയ്തു പോയ തിന്മകളെ ഇല്ലാതാക്കി കളയാൻ പറ്റുന്ന പണികൾ ചെയ്യുക. അതാണ് അങ്ങനെയുള്ളവരായ ആളുകളിലൂടെ ഉണ്ടാകേണ്ടത്. അപ്പൊ ഇത് ഈ റമദാനിന്റെ അവസാന കാലത്ത് തീർച്ചയായും നമ്മുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കേണ്ടതായ ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതം പരിശുദ്ധമാക്കി തീർക്കാനും ആ പരിശുദ്ധി നിലനിർത്താനും വേണ്ടിയുള്ള കഠിനാധ്വാനം നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം അതെന്താണ്? അതിനു വേണ്ടി അല്ലാഹു തആല നമുക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. എന്താണ് ഓഫർ? ഇങ്ങനെയൊക്കെ പുണ്യം ചെയ്യാന്നുള്ളത് അങ്ങനെ കഴിയോ? കഴിയില്ല. എത്ര വിചാരിച്ച ചെയ്യാ? അപ്പോ പുണ്യം ചെയ്യുന്നതിൽ പരിമിതിയുള്ളവരായ ആളുകൾക്ക് ചെറിയ സമയം കൊണ്ട് വലിയ പുണ്യം ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല തന്നു. അതാണെന്ത്? അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖദറിന്റെ രാത്രിയിലാണ് നാം അതിനെ ഇറക്കിയത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ഈ ഖദറിന്റെ രാത്രി എന്ന് നിനക്ക് വല്ലതും അറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഖദറിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളെക്കാളും ഉത്തമമായ ഒരു രാത്രിയാകുന്നു. 1000 മാസങ്ങളെക്കാളും ഉത്തമമായ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1000 മാസങ്ങളിൽ ഒരാൾ ചെയ്യുന്ന പുണ്യത്തിന്റെ ഫലം ഒരൊറ്റ രാത്രിയിൽ ചെന്ന് ഒരു അമലിനുണ്ട് എന്നർത്ഥം. 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം? 1000 ഹരിക്കണം 12 സമം എത്ര കിട്ടുക? 83 കൊല്ലം. ഒരാൾ 83 കൊല്ലം കുത്തിരുന്ന് ചെയ്യുന്ന അമലിന്റെ ഫലം ഒരു രാത്രിയുടെ ഒരൊറ്റ അമല് കൊണ്ട് ഒരാൾക്ക് കിട്ടുക. അങ്ങനെ ഒരു ഓഫറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട് ഒരു രാത്രിയിൽ നൽകുന്നത്. അപ്പൊ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരും അള്ളാഹുവിന്റെ സ്വർഗം കൊതിക്കുന്നവരുമായ ആളുകൾക്ക്, പാപബോധമുള്ളവരായ ആളുകൾക്ക് ധാരാളം പുണ്യം ചെയ്ത് വർദ്ധിക്കാനുള്ള ഒരു അസുലഭമായ സന്ദർഭമായി അല്ലാഹു തആല തന്നിരിക്കുകയാണിത്. അവന്റെ മഹത്തായ ഫളലാണ്. ആ ഫളലിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ കാര്യം, ഈ പരിശുദ്ധി എന്ന് പറയുന്ന വിഷയം അത് നമ്മുടെ മനസ്സുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. നമ്മുടെ എല്ലാ ഉപയോഗങ്ങളിലും ഈ പരിശുദ്ധി നമുക്ക് നിലനിർത്താൻ പറ്റണം. ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ധനം പരിശുദ്ധിയായിരിക്കണം, നമ്മുടെ ഭക്ഷണങ്ങൾ, ഉപയോഗങ്ങൾ പരിശുദ്ധിയായിരിക്കണം. അന്യായമായത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ കൂട്ടിത്തൊടാൻ പാടില്ല. നമ്മുടെ സമ്പാദ്യങ്ങൾ പരിശുദ്ധമാകണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല മാർഗത്തിലേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അന്യന്റേത് കവർന്നെടുക്കാൻ പാടില്ല, കക്കാൻ പാടില്ല, അതിക്രമിക്കാൻ പാടില്ല, അന്യായമായ ആരാണ്ടത് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു നയാ പൈസ പോലും നമ്മുടെ സമ്പാദ്യത്തിൽ ഇല്ലാതെ സൂക്ഷിക്കാം. അതാണ് പരിശുദ്ധി. ധനത്തിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നിലക്ക് പരിശുദ്ധമായത് നമ്മൾ ഉപയോഗിക്കുകയും നമ്മുടെ കുടുംബത്തിന് ഭക്ഷണമായി നൽകുകയും ചെയ്യാം. അതാണ് പരിശുദ്ധി. ഇനി പരിശുദ്ധിക്ക് വേറൊരു മാനം കൂടിയുണ്ട്. ഈ പറഞ്ഞ കാര്യം
അന്യായമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ ഹലാലായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള സമ്പാദ്യമാണെന്ന് വെക്കുക. 100% പവിത്രമായ പരിശുദ്ധമായ ധനമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിലുമുണ്ട് മാലിന്യം. എങ്ങനെയാണ് മാലിന്യമാകുന്നത്? സക്കാത്തിന്റെ അവകാശം ഉള്ള സ്വത്ത് നമ്മുടെ സ്വത്തിൽ ഉണ്ടാകാൻ പാടില്ല. സക്കാത്ത് പറഞ്ഞ അന്യന്റെ അവകാശം, നമ്മുടെ സ്വത്തിൽ അന്യന്റെ അവകാശമാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വഫീ അംവാലിഹിം, അവരുടെ ധനത്തിലുണ്ട് ഹഖ്ഖുൻ മഅലൂമുൻ, നിർണിതമായ ഒരു അവകാശമുണ്ട്, ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും ജീവിത വിഭവങ്ങൾ തടയപ്പെട്ടവരുമായ ആളുകൾക്ക് ഇയാളുടെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ സ്വത്തിൽ ഒരു വിഹിതം ഉണ്ട് എന്നാ. ആ വിഹിതം കൊടുക്കണം. ആ വിഹിതം കൊടുത്താലേ എന്താവും? ധനം പരിശുദ്ധമായി തീരുകയുള്ളൂ. സ്വർണം ധാരാളം കൂട്ടിവെച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു കൊല്ലം കഴിഞ്ഞാൽ അത് 10.5 പവനുണ്ട് എങ്കിൽ അതിന്റെ 2.5% കൊടുത്ത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇത് പരിശുദ്ധിയല്ല. നമ്മൾ കാർഷിക വിഭവങ്ങളുണ്ട്, നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു, കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നു, കാർഷിക വിഭവങ്ങളുണ്ട്. അത് വിളവെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ 5%, 10% നിസാബ് തികഞ്ഞതാണെങ്കിൽ കൊടുത്തു വീട്ടണം. നിസാബ് തികയാൻ എന്നാൽ 6 കിൻഡൽ ധാന്യത്തിന്റെ മൂല്യമുള്ള സാധനം നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ, 6 കിൻഡൽ അരിയുടെ മാർക്കറ്റ് വിലയുള്ള എന്ത് സാധനം ഉൽപ്പാദിപ്പിച്ചാലും അതിന്റെ 5%, 10% കൊടുത്ത് ഒഴിവാക്കണം. എങ്കിലേ എന്താവൂ? ആ സമ്പാദ്യം പരിശുദ്ധമായി തീരുകയുള്ളൂ. കച്ചവടം തുടങ്ങി, കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന വരുമാനങ്ങളും അതിന്റെ മൂലധനവും കൂട്ടിവെച്ച് ഒരു കൊല്ലം കഴിഞ്ഞ് അത് 390 ഗ്രാം വെള്ളിയുടെ തുകയുണ്ടെങ്കിൽ ആ തുകക്ക് തുല്യമായ സമ്പാദ്യമായ ഉണ്ട് എങ്കിൽ 2.5% അതിൽ നിന്ന് സക്കാത്ത് നൽകിയിട്ട് ധനത്തെ പരിശുദ്ധമാക്കണം. ഇങ്ങനെ എല്ലാ മേഖലയിലും ബാധകമായിട്ടൊരു വിഷയമാകുന്നു അത്. അങ്ങനെയുള്ള സാധനം നമ്മൾ ഉപയോഗിക്കും മാത്രമേ നമ്മുടെ ധനം പരിശുദ്ധമായ ധനമായി തീരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം, അവരുടെ ധനത്തിൽ നിന്ന് താങ്കൾ സക്കാത്തിനെ സ്വീകരിക്കുക. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, അതെന്ത് ചെയ്യും? തുതഹിറുഹും, അവരെ പരിശുദ്ധമാക്കും, വതുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യും. അപ്പൊ ദാനം എന്ന് പറയുന്ന കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ 2 നേട്ടങ്ങളാണ്. ഒന്ന് ശുദ്ധീകരണം നടക്കും, മറ്റത് സംസ്കരണവും നടക്കും. അതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നു, നൽകുന്നതിലൂടെ ഉണ്ടാകുന്ന മാറ്റം അമിൻ ഫവായിദി ഹാദിഹി സദഖ, സദഖ നിർബന്ധമായ സക്കാത്താണെങ്കിലും ശരി, അല്ലാത്തതാണെങ്കിലും അത് നൽകുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഇന്നഹാ തുതഹിറുൻ നുഫൂസ, മനുഷ്യന്റെ മനസ്സിനെ അത് വൃത്തിയാക്കുന്നുണ്ട്. എന്തിനൊക്കെ? മിൻ റദാഇരി ശുഹി വൽ ബുഖ്രി വത്തമായി, ആർത്തിയിൽ നിന്നും അതുപോലെ തന്നെ പിശുക്കിൽ നിന്നും അതുപോലെ ദുസ്വഭാവങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കുക. അവനും അവകാശപ്പെട്ടതാണ് എന്നൊരു തോന്നൽ, അവനും ജീവിക്കട്ടെ എന്നൊരു തോന്നൽ നമ്മൾക്കുണ്ടാവുകയും നമ്മുടെ സമ്പാദ്യത്തിൽ അല്പം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പരിശുദ്ധി സ്വന്തം മനസ്സിന് ഉണ്ടാക്കിയെടുക്കാൻ അയാൾക്ക് കഴിയുന്ന ഹൃദയങ്ങളെ അത് പരിശുദ്ധമാക്കും. മിനൽ അഖ്ലാഖി ദമീമ, മോശപ്പെട്ട ചീത്തയായ സ്വഭാവങ്ങളിൽ നിന്ന്. വതുൻമീ അൽ അംവാൽ, ധനത്തെ അത് പെരുപ്പിക്കുകയും ചെയ്യും. സക്കാത്ത് എന്നാ പെരുപ്പിക്കാന്ന. നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ അത് തീർന്നുപോയി എന്ന് വിചാരിക്കും. തീരൂല. എത്രത്തോളമാണോ നമ്മുടെ സദക്ക ഉണ്ടാണ് അതിനനുസരിച്ച് ബറക്കത്ത് നമുക്ക് കൂടും. അതൊരു അനുഭവമുള്ള സത്യം. അല്ലാതെ പിശുക്ക് വെച്ച് കെട്ടിപ്പൂട്ടി നിങ്ങൾ വെച്ചോ, എന്താ സംഭവിക്കാന്നറിയോ? ഏതെങ്കിലും വഹിക്കാണ്ട് പോകും. ഒരു സൂക്കേട് വന്നാ പോരെ, 5 ദിവസം പനിച്ചു കിടന്നാ പോയില്ലേ, കാര്യം തീർന്നില്ലേ? എത്ര ലക്ഷങ്ങളാ ചെലവാണത്? അതൊന്നും ഇല്ലാതെ നമ്മൾ രക്ഷപ്പെടുന്നു എങ്കിൽ അതൊക്കെ എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ മനസ്സിന്റെ പരിശുദ്ധിയും നമ്മുടെ ദാനത്തിന്റെ ശക്തിയുമാണ്. അപ്പോ പണം നമ്മൾ നൽകി എന്നതുകൊണ്ട് കുറഞ്ഞു പോകുന്ന ആരും ബേജാറാകണ്ട. അതിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് വന്ന് കൂടും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ഒരു കാര്യവും നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടുകൂടി തന്നെ റമളാൻ മാസത്തിന്റെ അവസാനത്തിൽ ശ്രദ്ധിക്കേണ്ട
ഒരു പ്രത്യേകമായ ദാനമുണ്ട്. അതും കൂടി നമ്മളിവിടെ പറയൽ അനിവാര്യമാണ്. അതിനാണ് നമ്മൾ സക്കാത്തുൽ ഫിത്ർ എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വിശാലമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സക്കാത്തുൽ ഫിത്റും ഇതുപോലെ ബാധ്യതയാണ്, നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് അല്ലാഹുവിന്റെ റസൂൽ നിർബന്ധമാക്കി. സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശഈരിൻ, ഒരു സാ ഒരാൾക്ക് എന്ന തോതിൽ ഒരാൾക്ക് ഒരു സാവ് ധാന്യം കൊടുക്കുക. അവനവന്റെ നാട്ടിലുള്ള എന്താണോ അരിയോ മുഖ്യമായ ആഹാര സാധനങ്ങൾ ഒരു സാവ് ഒരാൾക്ക് കൊടുക്കണം. ഇവിടെ കാരക്കയാണ് എണ്ണീട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ കാലത്ത് കാരക്കയും അതുപോലെ തന്നെ ഗോതമ്പും ഒക്കെയാണ് അവരുടെ മുഖ്യ ആഹാരം. അതൊരു സാ നൽകണം. അലദ്ദക്കരി വൽ ഉൻസ, ആണിനും പെണ്ണിനും കൊടുക്കണം. വസ്സഗീരി വൽ കബീരി, ചെറിയവനും കൊടുക്കണം വലിയവനും കൊടുക്കണം. വൽ ഹുർരി വൽ അബ്ദി, സ്വതന്ത്രനും കൊടുക്കണം അടിമക്ക് കൊടുക്കണം. മീനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ഈ പറഞ്ഞ ആളുകൾ ആരാണെങ്കിലും അവനവന്റെ ചെലവിൽ ജീവിക്കുന്ന ആരുണ്ടോ അവർക്കൊക്കെ ഒരാൾക്ക് ഒരു സാവ് എന്ന തോതിൽ സക്കാത്തുൽ ഫിത്ർ നൽകൽ നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആളുകൾ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അത് കൊടുത്തു വിട്ടുകയും വേണം. അതായത് ആരാ കൊടുക്കേണ്ടത്? വലിയ സമ്പന്നന്മാര് മാത്രമല്ല. കൊടുക്കേണ്ടത് അന്നന്ന് പെരുന്നാൾ ദിവസത്തിലെ ആഹാരം കഴിച്ച് ഒരു വീട്ടിൽ എന്ത് ബാക്കിയുണ്ടോ ആ ബാക്കിയുള്ളത് ഇല്ലാത്തവന് കൊടുക്കണം എന്നാണ്. എന്ന് വെച്ചാൽ ഒരൊറ്റ മുസ്ലിമും പെരുന്നാൾ ആഘോഷിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. ഇതിനേക്കാളും ഒരു സമത്വ സുന്ദരമായ ഒരു സോഷ്യലിസ്റ്റ് സംഗതി ദുനിയാവിൽ ആരെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ? സോഷ്യലിസം ഇങ്ങനെ വിളിച്ചു പറയാന്നല്ലാതെ ഇതുപോലെ ഒരു എല്ലാവരെയും തുല്യമാക്കി കാണുക, എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്ന് പറയുന്ന ഒരു ആശയം ലോകത്ത് പ്രയോഗതലത്തിൽ ഇങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ദീനുൽ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് നിർബന്ധമായ ഒരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യുകയും വേണം. ഇപ്പൊ ഒരു സാഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ അനുസരിച്ച് 3 കിലോ എന്ന് കാണുന്നുണ്ട്. 3 കിലോ ഒരു സാഗ് സമം 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരാളുടെ ഒരു കയ്യൊത്ത ഒരു വ്യക്തി, ഒരു മധ്യമ നിലവാരമുള്ള ഒരു വ്യക്തിയുടെ 2 കൈയും കൂടി കൂട്ടി വാരിയാൽ കിട്ടുന്ന ധാന്യത്തിന്റെ അളവാണ് ഒരു മുദ്ദ്. അങ്ങനെ 4 കൈ മുദ്ദ് കൂട്ടിയാൽ കിട്ടുന്ന അളവിനാണ് ഒരു സാഗ് എന്ന് പറയാ. ഈ സാഗ് എന്ന് പറയുന്ന അളക്കുന്ന വസ്തുവിന്റെ ഇതിനനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസപ്പെടും. ഒരു സാഗ് അളക്കുന്നത് ഉപ്പാന്ന് വെക്കുക, ഒരു സാ അളക്കുന്നത് പിന്നെ മല്ലിയാണെന്ന് വെക്കുക. രണ്ടും സാ ഒന്നാണ്, പക്ഷെ തൂക്കം 2 ആയിരിക്കും. അരിയിലും വ്യത്യാസം ഉണ്ടാവും. അത് അരി പല തരത്തിലുള്ള അരി ഉണ്ടാവും. പല തരത്തിലുള്ള അരിയും ഈ സായിനനുസരിച്ച് തൂക്കിക്കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസം അനുസരിച്ച് പറയുമ്പോ ചില ആൾക്കാർ 3 കിലോ എന്ന് പറഞ്ഞവരുണ്ട്, ചില 2 കിലോ ഒരു 200 ഗ്രാം എന്ന് പറഞ്ഞവരുണ്ട്, 2.5 കിലോ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഈ വ്യത്യാസത്തിനനുസരിച്ചുള്ള വ്യത്യാസം ആളുകളുടെ സമീപനത്തിലുണ്ട്. ഏതായിരുന്നാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റിയത് ഒരു 2.5 കിലോ തൂക്കമുള്ള ധാന്യം ഒരു വ്യക്തിക്ക് എന്ന കണക്കിന് നമ്മൾ നൽകിയാൽ ഈ ഇഖ്തിലാഫിനൊക്കെ മധ്യത്തിലുള്ള ഒരു നിലപാടത്തിൽ നമുക്ക് കാര്യങ്ങൾ എത്താൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ നന്നേ ശ്രദ്ധിക്കണം. അത് എല്ലാവരും കൂട്ടി വാരിക്കൊള്ളും നിർബന്ധമൊന്നുമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പള്ളിയിലോ മറ്റോ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് സമ്മേളിപ്പിച്ച് അത് വിതരണം ചെയ്യാൻ കഴിയുന്നു എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ല നമ്മുടെ വീടിന്റെയും പരിസരത്തൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ, അവകാശികളായ ആളുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് സ്വന്തം തന്നെ ചെയ്യാം. സ്വന്തം ചെയ്യാന്നുള്ളതാണ് ബാധ്യതയായ കാര്യം. കൂട്ടമായി ചെയ്തെങ്കിലേ വീടൂ എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. അപ്പോ ഈ ഒരു കാര്യം, ഇതുപോലെയുള്ള സംഗതികളെല്ലാം ഈ അവസാനപ്പത്തിന്റെ ഈ അവസാന വേളയിൽ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളായി തീരുകയും ചെയ്യാനുള്ള ഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
രണ്ടാമത്തെ ഖുത്ബയിലൂടെ പറയാനുള്ളത് പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പെരുന്നാള് ശവ്വാൽ 1-നാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. ശവ്വാൽ 1 എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടില് ആകുന്നതിൽ എന്നാണോ അന്നായിരിക്കില്ല. ചന്ദ്രൻ എന്നാണോ ഉദിക്കുന്നത് അതിനനുസരിച്ചാണ്. ചന്ദ്രന്റെ ഉദയവും അസ്തമനവും സംഭവിക്കുക. ഉദയം സംഭവിച്ചു എന്ന് ഇസ്ലാമിക ഉമ്മത്തിലെ യോഗ്യനായ ഒരു ഖാളി ഉറപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പെരുന്നാളായി. നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കുക, മാസം കണ്ടാൽ നോമ്പ് മുറിക്കുക. മാസം കണ്ടു എന്നുള്ള പ്രഖ്യാപിക്കേണ്ടത് ആരാണ്? യോഗ്യനായ ഒരാളാണ്. ഇസ്ലാമിക ഭരണമുള്ള നാട്ടിൽ ഖാളിയാണ്, ഭരണാധികാരി ചുമതലപ്പെടുത്തുന്ന ഖാളിയാണ് അത് ചെയ്യുക. അപ്പൊ ഖാളി ഇല്ലാത്ത നാട്ടിൽ എന്താ ചെയ്യുക? ഖാളി ഇല്ലാത്ത നാട്ടിൽ, ഖാളിയുള്ള നാട്ടിലുള്ള അനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കുക. നമ്മുടെ നാട്ടിൽ നമുക്ക് ഖാളിയില്ല, ഇസ്ലാമിക ഭരണമില്ല, ഇസ്ലാമിക ഭരണവും നിയമവും ഇല്ലാത്തൊരു നാടാണ് എങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ എന്താ ചെയ്യുക? തൊട്ടടുത്ത് ഇസ്ലാമിക ഭരണവും വ്യവസ്ഥിതിയും ഉള്ള ഒരു നാട്ടില് ഖാളി എന്നാണോ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിനനുസരിച്ച് നോമ്പും പെരുന്നാളും ഉറപ്പിക്കുക. നമ്മൾ അതിന് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 18-ാം തീയതിയാണ് 29 റമദാൻ ആവുക. ഈ വരുന്ന 18-ാം തീയതിയാണ് റമദാൻ 29 ആവുക. അന്നേ ദിവസം മാസം കണ്ടതായി പ്രഖ്യാപിക്കപ്പെട്ടാൽ നമുക്ക് ഈ 19-ാം തീയതി പെരുന്നാൾ ആഘോഷിക്കും. ഇനി അല്ല, 18-ാം തീയതി മാസം കാണാനുള്ള സാധ്യത ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ അന്നൊരു പക്ഷെ ആയിക്കോളുന്നില്ല. ഏതായിരുന്നാലും നമ്മളല്ല പ്രഖ്യാപിക്കേണ്ടത് ആരാണ്? പ്രഖ്യാപിക്കാൻ യോഗ്യനായ ഖാളിയാണ്. ഖാളി പ്രഖ്യാപിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ശവ്വാൽ 1 എന്നാണോ അന്ന് നമ്മുടെ പള്ളിയിലും പെരുന്നാളാകണം. പെരുന്നാളാകുക എന്ന് പറഞ്ഞാൽ ഒരാൾ വിചാരിച്ച പെരുന്നാളാകുമോ? ഇല്ല, എല്ലാരും ആകണം. അതാണ് ശരി, അതാണ് ഹക്ക്. ആ പ്രഖ്യാപനത്തിനനുസരിച്ച് ചന്ദ്രന്റെ ഉദയം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസമേ ഉണ്ടാവും. ഒരൊറ്റ ദിവസേ ഉദയം ഉണ്ടാവും. ആ ഉദയം വന്നു കഴിഞ്ഞാൽ മാസം മാറി. അത് സമയത്തിനും കാലത്തിനും നാടിനും അനുസരിച്ച് മാറുന്നതല്ല. സൂര്യൻ അങ്ങനെയല്ല. സൂര്യൻ നമ്മൾക്കനുസരിച്ച് ഇങ്ങനെ നമ്മുടെ നാടിനനുസരിച്ച് മാറിക്കൊണ്ടേക്കാണ്. ചന്ദ്രന്റെ അങ്ങനെയല്ല. ചന്ദ്രൻ ഒറ്റ മാസം ഉദിക്കും, അത് അവസാനിക്കുകയും ചെയ്താൽ ഒരു മാസം കണക്കാണ്. അത് ലോകത്തെല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ നമ്മുടെ നാടിൽ കണ്ടുവരുന്ന എന്താ? അമേരിക്കക്കാരന് ദിവസം, യൂറോപ്പിൽ വേറെ ദിവസം, ഇന്ത്യയിൽ വേറെ ദിവസം, കേരളത്തിൽ വേറെ ദിവസം, പാലക്കാട്ട് വേറെ ദിവസം, 4-5 ദിവസം പെരുന്നാളും നോമ്പും തന്നെ. ഇമാതിരി ഒരു ഒരു യുക്തിശൂന്യമായ സംഗതി അള്ളാന്റെ ദീനിലുണ്ടാവുമോ? അള്ളാന്റെ ദീനിലുണ്ടാവും അമ്മാര് യുക്തിശൂന്യമായ കാര്യം? അപ്പൊ ഇതൊക്കെ ആളുകളുടെ അധികാര തർക്കത്തിന്റെ ഭാഗമായി നാട്ടിലുണ്ടാകുന്ന ഫസാദാണ്. ഇത്തരം ഫസാദിലൊന്നും നമ്മൾ പെട്ടുപോകണ്ട. നമ്മൾ ഉള്ളവരായ ആളുകൾ എന്നാണോ പെരുന്നാൾ, എന്നാണോ നോമ്പാകേണ്ടത്, എന്നാണോ ആകേണ്ടത് എന്ന് ഇസ്ലാമിക ശരീഅത്ത് നിഷ്കർഷിക്കുന്ന ആളുകൾ എന്ന് പ്രഖ്യാപിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾക്ക് മാറാൻ കഴിയുക എന്നതാണ് നമ്മൾക്ക് ചെയ്യാനുള്ള ദീനിയായ ദൗത്യം. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പറഞ്ഞത് ഒരു അടിച്ചേൽപ്പിക്കുന്ന സംഗതിയൊന്നും അല്ല. ഇതാണ് എന്റെ ഹക്ക്. ആ ഹക്ക് നമ്മുടെ നാട്ടിൽ നടപ്പാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടപ്പാകാൻ പറ്റാത്ത ഒരുപാട് സംഗതികൾ ഇവിടെ ഉള്ളത് കൊണ്ട് നടപ്പായി കിട്ടുന്നില്ല. പക്ഷെ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു അധ്വാനം നമ്മളാണ് ചെയ്യേണ്ടത്. അത് വേറെ ആരും ദുനിയാവിൽ വന്ന് ചെയ്യൂല. അപ്പൊ ആ ഒരു കാര്യവും ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിയായ നിലക്ക് മനസ്സിലാക്കി നടപ്പാക്കാനുള്ള ശക്തിയും സന്മനസ്സും താക്കത്തും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.